ഹായ് ഓൾ ദിസ് ദ കോക്ക്. ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അശ്വന്ത് കോക്ക്, റിവ്യൂവറുടെ രാജാവ്. അശ്വന്ത് കോക്ക് എൻ്റെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് റിവ്യൂ ചെയ്യുന്നതാണ്. അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, വലിയ ചാനലൊന്നുമല്ല. പക്ഷേ ഞാൻ റിവ്യൂ തുടങ്ങാൻ തന്നെ കാരണം ഇൻസ്പയർ ആയെന്ന് പറഞ്ഞാൽ അശ്വന്ത് കോക്ക് സാറിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ റിവ്യൂ നോക്കും. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴായാലും ഓരോരുത്തരുടെ റിവ്യൂ നോക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ സമയമായിട്ട് വന്നിട്ടുള്ള ഒരു റിവ്യൂവർ ഉണ്ടായിരുന്നു, അത് അശ്വന്ത് കോക്ക്. അങ്ങനെയാണ് ഞാൻ പുള്ളിയുടെ റിവ്യൂ ഇറങ്ങുമ്പോഴേ കാണുന്നത് പുള്ളിയുടെ റിവ്യൂ ആണ്. അതായത് കാണുമ്പോഴല്ല, ഞാൻ കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ യൂട്യൂബ് മൊത്തം അശ്വന്ത് കോക്ക് സാറിനെ പറ്റി നിറഞ്ഞു നിൽക്കുമായിരുന്നു, ട്രോളറിലെ എല്ലാം. അതായത് അട്ടം മന്ദഹാസം എന്ന് പറയുന്ന ആ ഒരു പടത്തിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല, അത്രയും ക്വാളിറ്റി ഉള്ള പടത്തിന്. അപ്പോൾ ആ ഒരു പടത്തിന് മാധവ് സുരേഷ് ഗോപിയുടെ ഏറ്റവും ഇളയ സന്തതി മാധവ് സുരേഷ്, ഇതേപോലെ എൻ്റെ നായകൻ, പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങിയപ്പോഴേ ഉമ്മട്ടിക്കളിയോ ആ ഒരു പടം ഇറങ്ങിയപ്പോഴേ പുള്ളിക്കാരനെ പറ്റാത്ത പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ പ്രസ് മീറ്റിലാണ് ഇതേപോലെ മാധവ് സുരേഷ് അംഗം അട്ടഹാസം എന്ന സിനിമ പൊളിഞ്ഞത് അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്തുകൊണ്ടാണ്. ഈ ഒരു പടം ഞാൻ അറിഞ്ഞത് പോലുമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം എനിക്ക് കാണണമെന്നില്ല, കാരണം ആദ്യത്തെ പടം ഗുമ്മാട്ടിക്കളി തന്നെ കണ്ടപ്പോൾ എനിക്ക് തൃപ്തിയായി. പിന്നെ ഈ നെപ്പോ കിഡ്സിനെക്കാട്ടിലൊക്കെ നല്ലത് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഈ വെളിയിലൊക്കെ പയ്യന്മാർ അഭിനയിക്കാനുള്ളവർക്ക് ഇഷ്ടം പോലെ പേരുണ്ട്. അവർക്കൊരു കാസ്റ്റിംഗ് കോൾ എടുത്തിട്ട് അവരെ അഭിനയിച്ചെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ പോലും ഇല്ലാത്ത, ഈ ചാണകം വാരി മുഖത്ത് ഇട്ടാൽ പോലും മുഖത്ത് എക്സ്പ്രഷൻ വരാത്ത ഇവനെക്കാട്ടിൽ നല്ലോണം ആ പിള്ളേർ അഭിനയിച്ച് ഈ പടം ഹിറ്റാക്കിയേക്കനെ. എന്നിട്ട് ഇവന് വേണ്ടി 4 കോടിയാണ് ഈ പ്രൊഡ്യൂസർ മുടക്കിയേക്കുന്നത് ഈ പടത്തിന് വേണ്ടി. ഏതെങ്കിലും ചോറ് കഴിക്കുന്ന ആരെങ്കിലും, ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഈ ഒരു വേട്ടാവളിന് വേണ്ടി 4 കോടി ഇറക്കുമോ? സുരേഷ് ഗോപി ഒരു സമയത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്നു, ഇപ്പം MP, മെമ്പർ ഓഫ് പാർലമെന്റ് MP. അപ്പം ഒരു സമയത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുരേഷ് ഗോപി. ഇരുന്ന പാട് ചന്തിയിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട്, തഴമ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഇറക്കി നെപ്പോക്കറ്റ്സിനെ മലയാളത്തിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വേറെ എത്ര പേര് വെളിയിൽ സിനിമ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നിട്ട് ഈ പടം 8 നില പൊട്ടിയിട്ടും ഇവന്റെ അഹങ്കാരം തീരുന്നില്ല. എന്തായാലും കോക്ക് സാർ നല്ല രീതിയിൽ പറഞ്ഞ് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമായിരുന്നു, മാധവ് സുരേഷിന് ഇതൊരു ആവശ്യമായിരുന്നു, അതിൻ്റെ പ്രൊഡ്യൂസർക്കും ആവശ്യമായിരുന്നു. ഞാൻ ആ വീഡിയോ 4-5 വട്ടം കണ്ട്, രാവിലെ തൊട്ട് 4-5 വട്ടം കണ്ട്. പിന്നെ ട്രോളുകൾ, യൂട്യൂബിൽ മൊത്തം ട്രോളുകൾ നിറഞ്ഞിരിക്കും. ഞാൻ കോക്ക് സാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇതേപോലെ, അതായത് സിനിമക്കാരെ ഇപ്പം മാത്രമല്ല, നേരത്തെയും പടം പൊട്ടിയതിന്, വെടിക്കെട്ട് എന്ന് പറഞ്ഞ പടം പൊട്ടിയതിന് ബിബിൻ ജോർജ് ഈ കോക്ക് സാറിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്ന ഒരു പടം ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ ഭൂരിഭാഗമാണ് എല്ലാവർക്കും നോക്കുന്നത്. ഞാൻ ഇന്നലെ ദൃശ്യം 3 കണ്ട് എനിക്കൊരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. അതേപോലെ മേജോറിറ്റി ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ ആ പടം ദൃശ്യത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പടം ഹിറ്റായി. എൻ്റെ അഭിപ്രായം വെച്ച് കുറച്ച് പേര് വേറെ കാണുമായിരിക്കും ആവറേജ് ആയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയാണ് പടം ഹിറ്റാവുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു പടം ഇറക്കി വിട്ടിട്ട് ആ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇതേപോലെ പൈസ വാങ്ങി റിവ്യൂ ചെയ്യുന്നുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റേറ്റ്മെന്റ്, ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ തെളിവ് സഹിതം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. അല്ലാതെ ചുമ്മാതെ ഇരുന്ന് പറഞ്ഞ് ഒരാളുടെ ഇപ്പം അറിയാം പുള്ളിക്കാരൻ പറയുന്ന റിവ്യൂ, അത് കോക്ക് സാർ പറയുന്ന എല്ലാ റിവ്യൂവും ഞാൻ പോസിറ്റീവ്, കുറച്ച് സിനിമകൾ എനിക്ക് വിയോജിപ്പും വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒന്നും പറഞ്ഞിട്ട് ആ പടം പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പടം പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്ന കള്ളമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഒരു പടം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടത്തില്ലയോ എന്നും പറഞ്ഞ് ഈ ഒരു പടം, ഒന്നിനും കൊള്ളാത്ത ഒരു പടം ഇറക്കി വിട്ടിട്ട് ആ പടം ആരും കണ്ടില്ല എന്നും പറഞ്ഞ് ഒരാളെ മാത്രം പരിചയമായിരുന്നത് അത് നടക്കുന്ന കാര്യമല്ല. ഇതേപോലെ നെപ്പോക്കെട്ടുകളെയൊക്കെ വെച്ച് പടം ചെയ്തതിന് പകരം വെളിയിലുള്ള പിള്ളേരെ വെച്ച് ചെയ്യും, പടം ഹിറ്റായിരുന്നല്ലോ. ഒന്നിനും കൊള്ളാത്തവരുത്ത് ഇവനെയൊക്കെ പറഞ്ഞു പെടലിക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണം. മാധവ് സുരേഷിന്റെ കാര്യം പറഞ്ഞേ. ഞാൻ പറയാം, ഗോകുൽ സുരേഷിന്റെ കാര്യം ഞാൻ പറയാം. ഗോകുൽ സുരേഷ് അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരൻ്റെ ആ ആക്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം ഞാൻ പറയാറുണ്ട്. പക്ഷേ അതേപോലെയല്ല, ഇവനൊരു അഹങ്കാരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ ഇന്റർവ്യൂ വന്നിരുന്ന് ഒരു ബാസുള്ള ഒരു ശബ്ദമാണ്, അതേപോലെ ഇരുന്ന് അഹങ്കരിക്കുവാണ് ഇവനെ ഇനി മലയാള സിനിമ ഇവനെ വെച്ച് ഇറക്കിയാലും ഈ പടം ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഇവനെ പറഞ്ഞു വിടുക. വേറെ പണി നോക്ക്, വേറെ പണി ഉണ്ടല്ലോ, പൈസ കുറെ കീശയിലൊക്കെ ഉണ്ടല്ലോ, വേറെ പണി നോക്ക്. അല്ലാതെ ആളുകൾ ഇത് പറയുന്നു പൈസ മേടിച്ചിട്ടുണ്ടോ പടം പൊട്ടി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ വീഡിയോ, കോക്ക് സാർ ഇറക്കിയ വീഡിയോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. 5-6 വട്ടം, 5-6 വട്ടം കണ്ട്, ട്രോള് വേറെയും കണ്ട്. അപ്പം നല്ല രീതിയിൽ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി അതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് താങ്ങിയിട്ടുണ്ട്. അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്.
ഇവന്റെ അഹങ്കാരം ഇനിയെങ്കിലും ഒന്ന് നിർത്തണം. പിന്നെ ഈ വീഡിയോ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അതായത് കോക്ക് സാറിന്റെ ഒരു അശ്വന്ത് കോക്കിന്റെ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. എനിക്കൊരു സിനിമ കണ്ട ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആ റിവ്യൂ. എനിക്കൊന്ന് 17 മിനിറ്റോളം അങ്ങാണ്ട് ആ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ട് 17 മിനിറ്റ് ഒരു സിനിമ കണ്ട്, അതായത് എനിക്കൊന്ന് ദൃശ്യത്തിന്റെ കട്ടിലും നല്ലോണം എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു, ആ 16 മിനിറ്റുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പം ഇതൊന്ന് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചാൽ ചിലപ്പം ഈ ഒരു കാര്യം ചെയ്യണം. ഈ കോക്ക് സാറിന്റെ റിവ്യൂ നിങ്ങൾ എടുത്ത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചാൽ നിങ്ങൾ ഇറക്കിയ ആ പടം ഉണ്ടല്ലോ, ആ കക്കൂസ് പടം എന്തോ അംഗം അട്ടകാസോ, അതിനെക്കാട്ടിലും കൂടുതൽ കളക്ഷൻ ഈ ഒരു റിവ്യൂ വെച്ച് കിട്ടുമായിരിക്കും. അതെന്തുവാലും ഇതിന്റെ കോപ്പിറൈറ്റ് എടുത്തിട്ട് അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ നോക്ക് എന്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അത് പ്രൊഡ്യൂസറിനുള്ള പടം ചെയ്യും വേറെ വരുന്നുണ്ട്, അത് വന്നോളൂ. എങ്കിലും ഇതേപോലെ നെപ്പോ കിട്ടുകളെ ഇനി മലയാളികൾക്ക് ആവശ്യമില്ല. എങ്കിലും മലയാള സിനിമ പഠിക്കത്തില്ല, കാരണം അവർ അതേ നോക്കത്തുള്ളൂ. അവരെ കൊണ്ടുവന്ന ഇതായിരിക്കും ഗതി. അപ്പം അത് മാധവ് സുരേഷ് മനസ്സിലാക്കിയിട്ട് പണി നോക്കി പോവാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.